ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഇന്ന് നമ്മൾ എന്താണ് കേട്ടത്? ഇത് ശരീരമാണ്, ഞാൻ ശരീരം ചലിപ്പിക്കുന്ന ആത്മാവാണ്. നമ്മൾ ഈ ബേസിക് നോളേജ് വീട്ടിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നു മകനാണ്, മകളാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്. റോൾസിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങളെ കാണുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോൾ ഇങ്ങനെ വേണം, മകനാവുമ്പോൾ അങ്ങനെ വേണം. ഇവരാരും റോൾസ് അല്ല, എല്ലാവരും സോൾ ആണ്. അവർ സോളാണ്. ഈ സോൾ വലിയൊരു ജേർണിക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ സോൾ നമ്മുടെ വീട്ടിലാണ്. ഇതിനു മുമ്പ് ഈ സോൾ എവിടെയായിരുന്നു? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കൈ ഇവിടെ വയ്ക്കൂ. ഹിയർ ഈസ് ഹു ആം, ഹിയർ ഇൻ ദിസ് ബോഡി. ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം ഹിയർ. ദ എനർജി, ചിന്തിക്കുന്നതിനും ഫീൽ ചെയ്യുന്നതിനും തീരുമാനമെടുക്കാനും കർമ്മം ചെയ്യാനും സംസ്കാരമുണ്ടാക്കുന്നതിനും എല്ലാം ഐ ആം ഹിയർ. ഐ ആം ഇൻ ദിസ് ബോഡി സിൻസ് ഹൗ ലോങ്? എത്ര വർഷമായി ഞാൻ ഈ ശരീരത്തിൽ? 30, 40, 50 വർഷങ്ങളായി ഞാൻ ഈ ശരീരത്തിലാണ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? വേറൊരു ബോഡിയിൽ. ലെറ്റ്സ് സേ 100 വർഷമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ ബോഡി എവിടെയായിരുന്നു? അറിയില്ല. ആ രണ്ടാമത്തെ ബോഡിയുടെ പാരൻസ് ആരായിരുന്നു? വേറെ ആരോ ആയിരുന്നു. നാട് വേറെ ആയിരുന്നു, ചുറ്റുപാട് വേറെ ആയിരുന്നു, കൾച്ചർ വേറെ, സിറ്റുവേഷൻ വേറെ, ചിലപ്പോൾ രാജ്യം തന്നെ വേറെ ആയിരുന്നിരിക്കാം. ആ സമയത്ത് ആ ആത്മാവിൽ ഉണ്ടായിരുന്ന സംസ്കാരം എങ്ങനെയായിരിക്കും? ഡിഫറെൻറ്റ്. ഇനി ഇതിനു മുമ്പ് ഈ സോൾ എവിടെയായിരുന്നു? വേറൊരു ബോഡിയിൽ. ആ ബോഡിയുടെ പാരൻ വേറെ ആരോ ആയിരുന്നു. നാടും ദേശവും എല്ലാം വേറെയായിരുന്നു. ക്യാൻ യു സീ എവറി സോൾ കംസ് ഓൺ സച്ച് എ ലോങ് ജേർണി? 100 years in this costume, 100 years in another costume. ലോങ് ജേർണിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓരോ കോസ്റ്റ്യൂമിലും വ്യത്യസ്തമായ സംസ്കാരം ഇവിടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ? സപ്പോസ് 4. പക്ഷേ ആ 4 പേരും വ്യത്യസ്തമായ ലോങ് ജേർണിയിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. ഇന്ന് ആ 4 പേരും ഒരു വീട്ടിനുള്ളിലായിരിക്കാം. പക്ഷേ അതിനു മുമ്പ് ആ 4 പേരും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് പാരൻസ്, ഡിഫറെൻറ്റ് തോട്ട്, അങ്ങനെ വ്യത്യസ്തമായ ലോങ് യാത്ര ചെയ്ത് ഇന്ന് ആ 4 പേരും ഒരു വീട്ടിനുള്ളിലാണ്. എന്നാൽ ആ 4 പേരും ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. ചിലപ്പോൾ ആ 4 പേരും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ 4 പേരിലും റൈറ്റ് ആരാണ്? കറക്റ്റ് സമയത്ത് പോകുന്നവരാണോ ശരി, അതോ എപ്പോഴും ലേറ്റായി പോകുന്നവരാണോ ശരി? സത്യം പറയുന്നവരാണോ ശരി, അതോ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നുണ പറയുന്നവരാണോ ശരി? ഒരു കാര്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നവരാണോ ശരി, അതോ ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നവരാണോ ശരി? ആരാണ് ശരി? വീട്ടിൽ സംഭവിക്കുന്നത് ഇതാണ്. ഒരാൾ മറ്റൊരാളെ തെറ്റു പറയുന്നു, അയാൾ ഇയാളെ തെറ്റു പറയുന്നു. പിന്നെ നമ്മൾ പരസ്പരം കൊടുക്കുന്നത് എന്താണ്? റിജക്ഷൻ ആൻഡ് ഡിസ്റെസ്പെക്റ്റ്. പക്ഷേ ഫാമിലിയാണ്, നമുക്ക് അവരോടുള്ള ഇൻറ്റൻഷൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ പറയും, താങ്കൾ കുറച്ച് ചേഞ്ച് ആകണം, താങ്കൾ ഇങ്ങനെയല്ല കുറച്ച് അങ്ങനെ ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് പറയും, താങ്കളും കുറച്ച് ചേഞ്ച് ആകും. ദെൻ വി സ്റ്റാർട്ട് ദ നെക്സ്റ്റ് തിങ്, പരസ്പരം ചേഞ്ച് ചെയ്യാനുള്ള പരിശ്രമം. സംടൈം സം പീപ്പിൾ ചേഞ്ച്, സംടൈം സം ഡോണ്ട് ചേഞ്ച്. പക്ഷേ journey continues of trying to change other people because we believe നമ്മൾ ശരിയാണ്, അവർ തെറ്റാണ്. ഈ ഒരു ഫണ്ടമെൻ്റൽ തിങ് നമ്മുടെ ബന്ധങ്ങളിൽ മുള്ളുകൾ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ തിരിച്ചുപോയി മെഡിറ്റേഷൻ്റെ അഭ്യാസം ചെയ്യുമ്പോൾ ആദ്യത്തെ ഷിഫ്റ്റ് ഉള്ളിൽ വരേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ ബന്ധം, പൊസിഷൻ, റോൾസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണില്ല.
പിന്നെ എങ്ങനെയാണ് അവരെ നോക്കേണ്ടത്? പ്യുവർ സോൾ. വെറും ആത്മാവല്ല, പ്യുവർ സോൾ. ഓരോരുത്തരെയും ആ കണ്ണുകൊണ്ട് കാണൂ. നിങ്ങളും പ്യുവർ സോളാണ്. പിന്നെ അവരുടെ സംസ്കാരം അത് ഈ ജേർണിയിൽ അവരുടെ പുറത്ത് പറ്റിയ കറം മാത്രമാണ്. സോ റെസ്പെക്റ്റ് അതർ സോൾ. ഈച്ച് വൺ ഈസ് എ വെരി പ്യുവർ സോൾ. റോളിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും പറ്റി ചിന്തിക്കുകയും അരുത്, സംസാരിക്കുകയും അരുത്.